എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായല്ലേ ലോങ് വീഡിയോയിൽ ഇട്ടിട്ട് കുറച്ച് എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളും അസുഖങ്ങളും എല്ലാം ആയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഡിലേ ആയത്. രാവിലെ തന്നെ ഉറങ്ങി എണീച്ചിട്ട് ഒരു കിളി പോയ അവസ്ഥയിൽ ഇരിക്കുവാണ്. ഇന്നലത്തെ രാത്രിത്തെ ഉറക്കെല്ലാം കുറച്ച് എക്കശക്കെയായിരുന്നു. യാമിക്കുട്ടി കുറച്ച് ഉറക്കെല്ലാം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു മൂടില്ല. അപ്പോൾ പിള്ളേരുടെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടിക്കൊടുക്കുവാന്ന്. മാളും പൊന്നും വന്നിട്ടുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം. അവിടെ നീച്ചുട്ടിക്ക് കുശാലാന്ന്. രാവിലെ എണീക്കാനൊന്നും ഒരു പ്രശ്നമില്ല. നേരത്തെ എണീറ്റിട്ട് ചേച്ചീനെല്ലാം വിളിച്ച് എണീപ്പിച്ചു, വാ നമുക്ക് കളിക്കണ്ടേന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം നല്ല ഗുഡ് ഗേളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ. അങ്ങനെ യാമിക്കുട്ടി എണീച്ചിട്ടുണ്ട്. പിള്ളേരുള്ളത് കൊണ്ട് എന്തായാലും ഒച്ചയിലുള്ളതുകൊണ്ട് വേഗം എണീക്കും. അല്ലെങ്കിൽ തന്നെ യാമിക്ക് ചെറിയ സൗണ്ട് മതിയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ഉറങ്ങിയാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടുക്കളയിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേട്ടാൽ അപ്പം തന്നെ എണീക്കും. ഇപ്പം ചേച്ചി ഏട്ടനെല്ലാം ഉള്ളതുകൊണ്ട് നല്ല കുശാലാന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടൽ കട്ടി, അയ്യോ ഹോട്ടൽ കട്ടി നമ്മളെ ഇതില്ലേ, അതില്ല സ്പോഞ്ച്, കുറച്ച് ഹോട്ടൽ കട്ടി. അപ്പം രാവിലെ തന്നെ അമ്മ ഇഡ്ഡലി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചെറുങ്ങനെ കട്ടിയായോ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല, കാണുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പോൾ മാവ് തണുപ്പായതുകൊണ്ട് അധികം പൊങ്ങൂലല്ലോ, അതുകൊണ്ട് എന്തായിട്ട് പൊങ്ങിയിട്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാന്ന് പറയുന്ന അമ്മ. നമ്മൾ കുറച്ച് തയ്യൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്, മുളകിൻ്റെയും വഴുതനേൻ്റെ എല്ലാം ആയിട്ട്. പക്ഷെ അങ്ങനെ നന്നാവുമോന്നൊന്നും അറിയില്ല. മണ്ണ് നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളി തയ്യും മുളകും തയ്യും വഴുതനേൻ്റെ തയ്യും ആയിട്ട് അങ്ങനെ വെച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, മുന്നേ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. യാമിക്കുട്ടിൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ട് നിറച്ചും മുളകെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു, വഴുതിനെല്ലാം. ഇപ്രാവശ്യം നമുക്ക് അത്ര പോലും പറ്റുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെ ചെടികളൊക്കെ മുളച്ചതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്ന്. ഇഡലിയും ചട്നിയാണ് ആക്കിയത്. സാമ്പാർ ഉണ്ടാക്കിയില്ല രാവിലെ. ഉച്ചക്കേക്ക് എന്തായാലും സാമ്പാർ വേണ്ട, അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇത് മാത്രമായിട്ട് വേസ്റ്റ് അല്ലേ. അപ്പോൾ ചട്നി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചട്നി സാമ്പാറല്ല ഇഡലിയാണ് ആക്കിയത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാകുമ്പോൾ അങ്ങനെ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് പിള്ളേർ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ അങ്ങനെ എത്തിയിട്ടുണ്ട്. യാമിക്കുട്ടിക്കാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ്. ഇഡലിയെല്ലാം ശരിക്കും നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുമല്ലോ, ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് കഴിക്കാൻ പറ്റുമല്ലോ കുട്ടികൾക്ക്. അമ്മയെല്ലാം പറയും പണ്ടത്തെ പിള്ളേർ ഇഡലിയെല്ലാം കഴിക്കുമല്ലോ, ഇതെന്നാ കഴിക്കാത്തതെന്ന്. പക്ഷേ യാമിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്താലും ഇതാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം കഷ്ടപ്പെടലില്ല. ഇന്നാളൊരു ദിവസം കൊടുത്തു, ഇഷ്ടമായിട്ടില്ല. ഇന്നൊന്നും കൂടെ ട്രൈ ചെയ്തു, പക്ഷേ ഇന്നും അതന്നെ കേട്ടോ അവസ്ഥ, കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും കുറുക്കന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ വറവ് ഉണ്ടായിക്കൊണ്ട് ണ്ടായിനി. അത് ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട്. ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് ഒരു ചായ ശീലമുണ്ടല്ലോ, അതിപ്പോൾ പിള്ളേരും എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. എന്താ ഇപ്പോൾ വീഡിയോസൊക്കെ കുറവ് എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ യാമി ഉള്ളതുകൊണ്ട് യാമീൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം മുട്ടിലഴിഞ്ഞ് പോയിട്ട് എല്ലാത്തിലും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഫുൾ ടൈം കൂടെ വേണമല്ലോ, വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലല്ലേ. പിന്നെ അതുപോലെ തൊട്ടിൽ ഉറക്കി കിടത്തിയാൽ തൊട്ടിൽ നിന്ന് കമിഴ്ന്നിട്ട് എണീറ്റിരിക്കും. അപ്പോൾ ഉരുണ്ട് വീഴൂല്ലേ, അതൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം യാമീസിൻ്റെ കൂടെ തന്നെയാണ്. എന്നിട്ട് ആരെങ്കിലും ഒരാളായിട്ട് അമ്മ പണിയെടുക്കുമ്പോൾ ഞാൻ നിൽക്കും, ഞാൻ പണിയെടുക്കുമ്പോൾ അമ്മ നിൽക്കും. അതുകൊണ്ട് എനിക്ക് ടൈം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. കുഞ്ഞുവാവ എന്നെ ഉറങ്ങിയിട്ടില്ലേ? നിന്റെ കുഞ്ഞുവാവ ഉറങ്ങിയിട്ടില്ലേ? എന്നും ഇവിടെ ചേച്ചി അനിയത്തിയും കൂടി ഉറക്കലും പിടിക്കലും എന്തെല്ലോ ആന്നേ. കുഞ്ഞുവാവേനെ ഉറക്കി കിടത്തിയിട്ട് ചോറെല്ലാം ഉണ്ടാക്കണ്ടേ? ഓ കുഞ്ഞുവാവ ചിരിക്കുന്നല്ലോ ഉണ്ടല്ലോ, കുഞ്ഞുവാവ ചിരിക്കുന്നുണ്ടല്ലോ. ഓ കുഞ്ഞുവാവേന്റെ അച്ഛൻ വന്നോ? ഉച്ചക്കല ഞാൻ ഉറങ്ങുന്നുണ്ട്. യാമിക്കുട്ടി അങ്ങനെ കുറുക്കൊക്കെ കുടിച്ചിട്ട് കിടന്നിട്ടുണ്ട്. യാമിക്കുട്ടിയുടെ ഫുഡ് റൂട്ടീൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ ദിവസമായി, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ വേഗം അതൊന്ന് ചെയ്തേക്കാം ഉറങ്ങി എണീക്കുന്ന സമയം കൊണ്ടെന്ന് വിചാരിച്ചു. ആ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇന്നാളൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതൊക്കെ അങ്ങ് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യേ. പക്ഷേ അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ മാക്സിമം അത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കിയൊക്കെ അവിടെ പെൻഡിങ്ങായി കിടക്കും. കള്ളി മാങ്ങ കെട്ട്, നമ്മളെ സ്വന്തം മാങ്ങ, ആദ്യമായിട്ടുള്ള മാങ്ങയാണേ. എറിഞ്ഞിട്ട് പറിച്ചത്. പക്ഷെ ഞാൻ അമ്മേറിട്ട് വീണിട്ടില്ല. 4 ഏറ് കൊണ്ടുവരുമോളെ, പക്ഷെ വീണിട്ടില്ല. എന്റെ പൊന്നിച്ചക്കം വന്നിട്ട്
മധുര കേരി പറിച്ച് അതെ മാങ്ങ കണ്ടാ പിന്നെ നമുക്ക് അപ്പ ചമ്മന്തി ഇറക്കണം നമ്മളെ മാങ്ങ. പക്ഷെ നമുക്കിത് പഴുത്താ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ അത്രേ പിടിച്ചിട്ടുള്ളൂ. ഉള്ളതെല്ലാം കണ്ണി വീണും പോയി അല്ലേ കൊറേ. ആ അതെ, ചെറിയ കുഞ്ഞു കണ്ണിമാങ്ങ ഉണ്ടാകുമ്പോ കുത്തു വീണിട്ട് കേട് വന്നിന്. അതന്നെ എല്ലാം കേട് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ഇത് ചമ്മന്തി അരക്കാം. ആദ്യത്തെ കന്യമാങ്ങ ചമ്മന്തി. കന്യമാങ്ങ ചമ്മന്തി എല്ലാരും കാത്തിക്കുന്നുണ്ട് മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടിട്ട്. കഷ്ണം തരാം. ഇത് പണ്ടെല്ലാം ഇത് നല്ല ടേസ്റ്റ്. അത് പച്ചയോടെ വലിയ പുളി ഉണ്ടാവില്ലല്ലോ നമുക്ക്. കഴിഞ്ഞ വർഷം എത്ര ആൾക്കാർ കൊണ്ടുപോയി കൊറേ കൊല ഇടാൻ വേണ്ടി വലിയൊരു കൊമ്പ് കുത്തി അതിൽ മാങ്ങിയിരുന്നു. എത്ര ആള് കൊണ്ടുപോയി ഇടുന്നത്. അതാണ് ഏറ്റവും നമുക്ക് നല്ലോണം കിട്ടിയ മാങ്ങ. പിന്നെ 1-2 വട്ടം ഞാൻ വന്ന ശേഷം പഴുത്തതെല്ലാം നമ്മൾ കൊറേ പഴുപ്പിക്കാൻ വെച്ചില്ലേ. പിന്നെ പുഴു വരാൻ തുടങ്ങി. പിന്നെയാണ് പുഴു വരാൻ തുടങ്ങിയത്. ഇതിന് എന്തൊരു സാധനം ഉണ്ട്, നമ്മള് കെട്ടിത്തൂക്കിയാലേ പുഴുക്കളെല്ലാം വന്ന് വീഴും. അങ്ങനെ കാണാമല്ലോ. സ്വപ്നേച്ചി പറയുന്ന കേട്ടിനെ. അന്നാന്ന് വെജിറ്റേറിയൻ ചിക്കൻ, നമ്മള് സോയ ചിക്കൻ. ഓ അങ്ങനെ. ഞാൻ വെച്ചാൽ അമ്മ സ്പെഷ്യലായിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പൊ കൊറേ പരീക്ഷണങ്ങൾ നടത്തലുണ്ടോ അമ്മ. വെജിറ്റേറിയൻ ചിക്കൻ. അമ്മേന്റെ വക ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോ. നമ്മള് ന്യൂ ഇയറിൽ ആദ്യത്തെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയുന്ന ഒരു ഹാപ്പി ന്യൂ ഇയർ പറ എല്ലാരും കൂടി. ഹാപ്പി ന്യൂ ഇയർ. പൊന്നിന്റെ കൊറേ ഫാൻസ് എല്ലാം കാണുന്നുണ്ടാവും അല്ല പൊന്നോ. നിച്ചു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ലല്ലോ. പറ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറടാ. ഏട്ടന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് ഇത് അമ്മമ്മ അടിപൊളി മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. പൊന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അയ്യോ അമ്മമ്മയെ മോരുകറി വേണം, പക്ഷെ ആന്റി ആക്കണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിനി. അതുകൊണ്ട് അമ്മമ്മ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളരി. ആ കുമ്പളം മോരുകറി ആകുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. കുമ്പളം ടേസ്റ്റ് ഉണ്ടാവും. അതാ മീനിന്റെ ഒച്ച വെക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ടില് നല്ല കപക്കെട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഇട്ടപ്പോൾ കുറേ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചിട്ട്. കുഴപ്പമില്ല, മാറി വരുന്നുണ്ട്. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ല കേട്ടോ. നല്ല കപക്കെട്ടായി പോയിനി. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എന്നാലും ഏകദേശം ഓക്കെ ആയി. വലിയ കുഴപ്പമില്ല മരുന്നെല്ലാം കുടിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീഡിയോസും കുറവാണല്ലോ. കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് എടുത്തു വെച്ചിട്ട് അല്ല, ഒരു ഫുഡ് യാമിക്കുട്ടിൻ്റെ ഫുഡ് റൂട്ടീൻ വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് കുറേ ആയിട്ടാ. ഞാൻ ഏച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആടുന്നാണ് നല്ലോണം തൊണ്ടവേദനയും കപക്കെട്ടെല്ലാം വന്നത്. അതുകൊണ്ട് ആ വീഡിയോ പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോഴേക്കിത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് മാറിയിട്ടാ. ഇത് എൻ്റെ ടീച്ചറും മാഷും ആണ്. കുറച്ച് പേർക്കൊക്കെ ഓർമ്മയുണ്ടാവുമായിരിക്കും. പണ്ട് ഞാൻ ടീച്ചറെ വീട്ടിൽ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ 2ാം ക്ലാസ് പഠിപ്പിച്ച ക്ലാസ് ടീച്ചറാണ് കേട്ടോ എൻ്റെ വിഷ ടീച്ചർ. അതുപോലെ തന്നെ മാഷ് നമ്മൾ സ്കൂളിൽ HM ആയിരുന്നു. ആ സമയത്ത് എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്രയും കൊല്ലത്തെ ബന്ധമുണ്ട്. 2002. അപ്പം ഇപ്പോൾ 10-24 വർഷത്തെ ബന്ധമാണ്. ഇപ്പവും അതുപോലെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിനൊക്കെ ടീച്ചർ ഫുൾ ടൈം എന്നെ ഇവിടെ കൊണ്ടാക്കുന്നത് വരെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറും മാഷും കൂടെ യാമിക്കുട്ടീനെ കണ്ടിട്ടില്ല ഇതുവരെ. അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ഭയങ്കര സന്തോഷമായി. പെട്ടെന്നാണ് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് റോഡിലേക്ക് പോയി. ഞാനും ഏട്ടനും കൂടെ ബൈക്ക് എടുത്തിട്ട്. അവർക്ക് വഴി ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കൂട്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും മാഷിയും ടീച്ചറും ഇന്ന് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. എന്തോ പഴയ ഒരു ഇതൊക്കെ ഓർമ്മ വന്നു. നമ്മൾ കുറേ എന്തെല്ലോ വർത്താനം പറഞ്ഞിരുന്നു. ബാക്കി ടീച്ചേഴ്സിനെ പറ്റിയിട്ടും പണ്ടത്തെ സ്കൂളിലെ കാര്യങ്ങളും എല്ലാം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ അമ്മക്കും അച്ഛനും എല്ലാവർക്കും ടീച്ചറും മാഷിയും നല്ലോണം അറിയാം. ടീച്ചർക്കായാലും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. അമ്മേനെല്ലാം ഭയങ്കര കാര്യമാണ്. ഫോൺ വിളിച്ചിട്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള സ്വന്തം ആള് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷമില്ലേ, അതേ ഒരു സന്തോഷമാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ചായയെല്ലാം കുടിച്ചിട്ടാണ് ടീച്ചർ പോയത്. പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ടീച്ചർ ചിരി കണ്ട ആ ചിരിയിൽ തന്നെ ഉണ്ട് നമ്മളോടുള്ള സ്നേഹവും ആ ഒരു ഇതൊക്കെ. ഫുൾ ടൈം ടീച്ചറും മാഷും ഇങ്ങനെ തന്നെ ആയിക്കൂട്ടാ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. യാമിക്കുട്ടി ടാറ്റയെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ചു.
നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡും കഴിച്ചിട്ട് ഒന്ന് പിള്ളേരെ പാർക്കിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അന്ന് ടീച്ചറും മാഷും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാം വന്ന് ഹാപ്പി ആയത്. അപ്പോൾ എന്തായാലും പിള്ളേരോട് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. സമയം വൈകി 4:30 എന്നാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻകുട്ടി എന്നാ ഇങ്ങനെ നോക്കുന്നേ അന്തം വിട്ടിട്ട്. എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫോണ് പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടിട്ട് ഏട്ടനും പൊന്നും മുമ്പിൽ ഇരിക്കുന്നുണ്ടേ. അപ്പൊ നമ്മള് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഈ സമയമായതുകൊണ്ട് നല്ല ബ്ലോക്കും ഉണ്ട്. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ 5 മണി 5:30 ആവും, എന്നാന്നറിയില്ല. എന്നാലും ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാം. എവിടെ പോണ്ട് വാളോ? വാളിന് എവിടെ പോണ്ട്? പാർക്കില. നമ്മള് പാർക്കിലും മാളിലും ബീച്ചും എല്ലാം ഷെഡ്യൂൾ ചെയ്തതാണല്ലേ. സമയപരിമിതി മൂലം മാറ്റി. അച്ഛനും എവിടെ വേണ്ട? പാർക്ക് തന്നെയാ? പാർക്കിലോ? ഉറക്കം വന്ന ബീച്ചെത്തി. വെള്ളത്തിലിറങ്ങണ്ടാന്നോ? പിള്ളേരുടെ മെയിൻ ഉദ്ദേശം പാർക്കായതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോയത്. അവിടെ ബീച്ചിൻ്റെ പയ്യാമല ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയുള്ള ഒരു വലിയ പാർക്കാണ്. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പയ്യാമല ബീച്ചിൻ്റെ തന്നെ ഒരു പാർക്കുണ്ട്, പക്ഷെ അത് പക്കാ ലോക്കൽ. ഇപ്പോൾ ഒന്നുമില്ല അവിടെ, 2-3 സ്ലൈഡ് മാത്രമേ കാര്യമായിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇവിടേക്ക് പോയേ. അപ്പോൾ മാള് നല്ലോണം കയറി കളിക്കുന്നുണ്ട്. നിച്ചുട്ടിക്ക് ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിപ്പോഴും മാറിയിട്ടില്ല. പേടിയെല്ലാം ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുപോകുമെങ്കിലും ചില താല്പര്യമില്ല. എനിക്കൊന്നും എന്നെ പോലെയല്ലാന്ന് തോന്നുന്നു. എനിക്കും ഇങ്ങനത്തേലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പണ്ടെല്ലാം ഒന്നാമത് നമ്മളൊന്നും ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനെ അധികം ഇല്ലല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ മക്കൾ അങ്ങനെയല്ല. നമ്മൾ ജീവിച്ച സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻഗേജ്ഡാക്കി ഹാപ്പി ആക്കി വെച്ചിട്ടെങ്കിൽ അവർക്കൊരു ഉന്മേഷം കുറവാണ്. എന്ന് വെച്ചാൽ അവർ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എപ്പോഴും പോകുന്ന കഥയും ഇതൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകലുണ്ട്. പക്ഷെ നിച്ചുട്ടിക്ക് വലിയ കാര്യമല്ല. പക്ഷെ മാളൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ഓരോ സംഭവങ്ങൾ നോക്കിയിട്ട് ഏതിലാ കയറണ്ടേ എന്നൊക്കെ പറയുന്നേ. എൻ്റെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ടോപ്പും പാൻറ്റും അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഷോളും കൂടെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ടാഗ് ഉണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്യാം. കുറേ നേരം കളിച്ചിട്ട് പിന്നെ നമുക്കൊരു ചായ കുടിക്കാം, എന്നിട്ട് ബാക്കി കളി നോക്കാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും വേർത്താണ് കേട്ടോ. ഇനി പയ്യാമ്പലം പോകുന്നുള്ളവർ ഇവിടത്തേക്ക് പോയിക്കോട്ടെ. എന്ന പേര് ഞാൻ എവിടെയോ കാണിച്ചിട്ടുണ്ട്. ഇതിനിടയിലായിട്ട് പേര് ഞാൻ മറന്നുപോയി, വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചോട്ടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോയി. ഇങ്ങനെ ഓരോന്നിലും കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണേ. പൈസ കൊടുക്കാണ്ട് കയറാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്ലൈഡ്, ഊഞ്ഞാൽ, അങ്ങനെ സിമ്പിളായിട്ടുള്ള സാധനത്തിലൊന്നും നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. ആ എൻട്രി ഫീ 30 റുപ്പീസാണ് ഇപ്പം. അത് മാത്രം കൊടുത്താൽ നമുക്ക് അതിലൊക്കെ കയറാൻ വേണ്ടി പറ്റും. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ കളിക്കേണ്ടതിൽ മാത്രം പൈസ കൊടുത്തിട്ട് കയറണം. ഇങ്ങനെ ആ തുള്ളി കളിക്കുന്നതിലും ഷൂട്ട് ചെയ്യുന്നതിലും ഗൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കാറിൽ അങ്ങനെയൊക്കെ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം എന്ന് മാത്രം. നിച്ചുട്ടിക്ക് ഈ ഒരു വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലാകുമ്പം നമ്മൾ എക്സ്ട്രാ എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇരുന്ന് കൊടുത്താൽ അവർ റിമോട്ടിൽ അങ്ങ് കൺട്രോൾ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഇതിൽ മാളിലൊക്കെ പോയി കഴിഞ്ഞാലും നിച്ചു അതിൽ പോക്കുണ്ടേ. അപ്പോൾ ഇവിടെയും കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. മാളൂന് അത് പറ്റൂല, കുഞ്ഞുമക്കൾക്കല്ലേ പറ്റുമല്ലോ. അങ്ങനെ ഒരു 5-6 റൗണ്ട് എങ്ങാനാണ് ഈ വണ്ടിയിൽ അവരിങ്ങനെ ഓടിച്ചിട്ട് നിൽക്കും. പിള്ളേർക്കൊരു സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ കയറി നമ്മൾ പോകാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അപ്പോഴേക്ക് നേരം കുറച്ച് ഇരുട്ടാനായിട്ടുണ്ട്. യാമിക്കുട്ടിക്ക് അതിനിടയ്ക്ക് ഞാൻ ഫീഡൊക്കെ ചെയ്തു കേട്ടോ. അവിടെ ഫീഡ് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സൗകര്യമായിരുന്നു. പാലൊക്കെ കൊടുത്തു അവിടെ പോയിട്ട്. അതുകൊണ്ട് യാമിയും കുറച്ച് ഹാപ്പിയായി. പിന്നെ നേരെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടാ. പിള്ളേർക്ക് എന്തായാലും വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം ഇരുന്നങ്ങനെ കളിക്കുന്നില്ല, എന്നാലും കുറച്ച് നേരം കളിച്ചു. ഞാൻ യാമീനെയും കൊണ്ട് സൈഡിലായിട്ട് അങ്ങനെ നിന്നേ. ഒരു അരമണിക്കൂർ ബീച്ചിലൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എന്തായാലും എല്ലാം കൊണ്ടും ഇത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നമുക്കിനി കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.